ചേച്ചി നമ്മളോട് എങ്ങനെയാ അപ്പൊ തിരിച്ചു? നമുക്ക് ജീപ്പേട്ടനെ തന്നെ വിളിച്ചാലോ? അതെ, വിളിക്കാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ? നമ്മളിവിടെ നിലയ്ക്കൽ നിന്നും തോമസ് ലീഹ സ്ഥാപിച്ച കൊല്ലത്തെ പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കൂടെ കണ്ടിട്ട് വരാം. അങ്ങളെ തോമസ് ലീഹയുടെ കൊല്ലത്തെ പള്ളി ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താണ്. പള്ളിയുടെ ചരിത്രങ്ങളെ കുറിച്ച് എല്ലാം അറിയാവുന്നത്? ചരിത്രം അറിയത്തില്ല, അത് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ശരിയാ, പള്ളി തോമസ് ലീഹയുടെ പള്ളിയാണ് കാണുന്നത്. പഴയ പള്ളി ഈ കടലിന്റെ പടിഞ്ഞാറ്, ആ ആർബറിന്റെ പടിഞ്ഞാറ്. അതെങ്ങനെ? തോമസ് ലീഹ AD 53 ഇവിടെ വന്ന് സ്ഥാപിച്ച കുരിശും പള്ളിയും അവിടെയാണ്. അവിടെ നിന്ന് കടൽ ഏറ്റം ഉണ്ടായപ്പോൾ അവിടെ അതിന്റെ അനുവാദിയുമായിട്ടാണ് ഞങ്ങളിവിടെ ഓർമ്മയ്ക്കാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ഈ പള്ളിയിൽ നിന്നാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇന്ന് വരെ നടന്നു പോകുന്നത്. തോമസ് ലീഹ എപ്പോഴാ കൊല്ലത്ത് വന്നത്? AD 53 കൊല്ലത്ത് വന്നു. എന്തൊക്കെയാ തോമസ് ലീഹ കൊല്ലത്ത് വന്ന് ഇവിടെ വന്നു. ആ കാലത്ത് ഒരു കുട്ടിയെ, മരിച്ചുപോയ ഒരു കുട്ടിയെ ഉയർപ്പിച്ചു. ആദ്യത്തെ ഒരു അനുഭവം. രണ്ടാമത് ഒരു തടി കടലിൽ കൂടെ ഒഴുകി വന്നു. അത് പിടിച്ചെടുത്ത് ഒരു ദേവാലയം ഉണ്ടാക്കി. ആ ദേവാലയം ആണ് ആദ്യം കുരിശും പള്ളിയുമായിട്ടുണ്ടാക്കിയ ദേവാലയമാണ് ഇന്ന് കടലിന്റെ അടിയിൽ അവിടെ ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പള്ളി, ആ കാലത്തുള്ള ആൾക്കാർ ഈ പള്ളി അതിന്റെ അനുഭവമായിട്ടാണ് സ്ഥാപിച്ചത്. റംബാംപാട്ടിലൊക്കെ നമ്മൾ കൊല്ലത്തെ ദേവാലയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ട്. 1400ഓളം പേരെ മാമോദീസ മുക്കി തോമസ് ലീഹ ഇവിടെ വന്നിട്ട് എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കി. അതിനുശേഷമാണ് തോമസ് ലീഹ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പലായനം ചെയ്യുന്നത്. ഈ പള്ളിയെക്കുറിച്ച് വേറൊരു ചരിത്രമാണ്. മാതാവിന്റെ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്, കാണിക്ക മാതാ ദേവാലയം. നാവികര് കപ്പൽ വഴി വന്നപ്പോൾ അവർക്ക് അപകടം ഉണ്ടായ സമയത്ത് അവർ രക്ഷപ്പെടുന്നത് ഈ പള്ളിയുടെ മുമ്പിൽ വന്ന ആ ഭാഗത്ത് വന്നപ്പോഴാണ്. അങ്ങനെ അവരുടെ ഒരു കാണിക്കയായിട്ട് അങ്ങനെയാണ് കാണിക്ക മാതാ രൂപം സ്ഥാപിച്ചു. പള്ളി അന്ന് മുതൽ അറിയപ്പെടുന്നത് കാണിക്ക മാതാ ദേവാലയം എന്നാണ്. മനസ്സിലായി? സെന്റ് തോമസ് വെട്ടിയ പള്ളിയാണെങ്കിലും മാതാവിന്റെ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. കാണിക്ക മാതാവിന്റെ ദേവാലയത്തില് കുർബാന തുടങ്ങുകയാണ്. നമുക്ക് കുർബാനയിലേക്ക് പങ്കെടുക്കാം. ജോണേട്ട ഈ പള്ളിയിൽ നടത്തുകക്കാരനാണല്ലോ. അതെ. അപ്പൊ ഇവിടുത്തെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാന്ന് പറയാം? വിശേഷപ്പെട്ട ദിവസങ്ങൾ 3 ദിവസങ്ങളാണ് നമ്മുടെ ഇതിവിടെ ഉള്ളത്. തിരുനാളുകൾ. ഒരു തിരുനാളെന്ന് പറയുന്നത് ഫെബ്രുവരി 2 പിന്നെ ഉള്ളത് ജൂലൈ 3, ഓഗസ്റ്റ് 15. അങ്ങനെയാണ് 3 തിരുനാളുകൾ. ഇത് 2 തിരുനാളും മാതാവിന്റെ തിരുനാളും, 1 തോമസ് ലീഹയുടെ. ഈ ഇടവകയുടെ ഏറ്റവും വലിയ തിരുനാള് തോമസ് ലീഹയുടെ തിരുനാളാണ്. നമ്മുടെ അന്ന് തലേന്ന് വെച്ചാൽ 2-ാം തീയതി വലിയൊരു പ്രദക്ഷിണവും ഒരു 5 കിലോമീറ്ററോളം ഈ ഇടവകയുടെ ചുറ്റുള്ള എല്ലായിടത്തും കറങ്ങിയിട്ടുള്ള ഒരു പ്രദക്ഷിണം കൂടിയാണ്. ഈ തിരുനാളുകളെല്ലാം തന്നെ നമ്മുടെ ദിവസങ്ങൾ ഡേറ്റ് മാറാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തിങ്കളാഴ്ചയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച തന്നെ ആയിരിക്കും ആചരിക്കുക. ഡേറ്റ് വ്യത്യാസപ്പെടുത്തി മാറ്റിയോ അല്ലെങ്കിൽ ഞായറാഴ്ചത്തേക്ക് ഒഴിവു ദിവസത്തേക്കോ മാറ്റാറില്ല. ഇതുവരെയും ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഈ ദിവസങ്ങൾ മാറിയിട്ടില്ല. ഒത്തിരി പുരാതനമായ പള്ളി ആയതുകൊണ്ട് തന്നെ 1800ഓളം കുടുംബങ്ങളുണ്ട്. കുറേ കുടുംബങ്ങൾ ഇവിടെ വന്നു ചേർന്നവരും ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ചരിത്രം. അങ്ങനെയാണ്.
അച്ഛാ ഈശോമിശിഹായിരിക്കട്ടെ. എപ്പോഴും സ്വീകരിക്കട്ടെ. അച്ഛാ, ഞങ്ങൾ ഈ പള്ളിയിലേക്ക് 7 പള്ളികളെ കുറിച്ചുള്ള ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് വന്നതായിരുന്നു. സ്വാഗതം. ഇത് കൊല്ലം രൂപതയിലെ ഒരു തീരദേശ ഇടവകയാണ്. വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ്. നിങ്ങൾ ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. വിശുദ്ധന്റെ തിരുശേഷിപ്പ് നമുക്കിവിടെ ഉണ്ട്. 1958 പുണ്യസ്മരണാർഹനായ ഞങ്ങളുടെ തദ്ദേശീയ മെത്രാൻ, ആദ്യത്തെ പ്രഥമ തദ്ദേശീയ മെത്രാൻ ജെറോം പിതാവ് തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചത്. ക്രിസ്തുവർഷം 52 തോമാസ് ലീഹ കേരളത്തിലേക്ക് പദമൂന്നിയതെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം സ്ഥാപിച്ച 7 പള്ളികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഏകദേശം വിശാലമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ 52-നും 72-നും ഇടയ്ക്കുള്ള സമയത്താണ് തോമാസ് ലീഹ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഇവിടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇതൊരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് ഒരുപാട് പലവ്യഞ്ജനങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് പല കാര്യങ്ങളും ഒക്കെ ഇവിടെ അതിന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് ജനങ്ങൾ പാർത്തിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല എന്നാണ് ചരിത്ര അഭിമതം. മറ്റ് സാംസ്കാരികപരമായ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഉയർന്നുന്ന ഒരു സമൂഹമായിരുന്നു എന്നാണ്. പിന്നീട് 8-ാം നൂറ്റാണ്ട് മുതൽ പല വിദേശീയരായിട്ടുള്ള മിഷണറിമാരൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം വന്ന ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ, അപ്പൊ ഇവരുടെ എല്ലാം പുണ്യ പാദസ്പർശമേറ്റ ഒരു മണ്ണാണ്. പിന്നെ കൊല്ലം രൂപതയെ സംബന്ധിച്ച് ഏഷ്യയിലെ പ്രഥമ രൂപതയായിട്ടാണ് കൊല്ലം രൂപത അറിയപ്പെടുന്നത്. 1329 ഈ രൂപത ഔദ്യോഗികമായി അധികാരത്തിൽ വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ രേഖകളൊക്കെ നമുക്കുണ്ട്. പോർച്ചുഗീസ് മിഷണറിമാരുടെയൊക്കെ ഒരു പാരമ്പര്യത്തിന് തുടർച്ചയുണ്ട്. പക്ഷെ ഈ സമൂഹം അന്നും വളരെ ശക്തമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ദേവാലയം അല്ല തോമാസ് ലീഹ സ്ഥാപിച്ച ദേവാലയം. തോമാസ് ലീഹയുടെ സമയം മുതലുള്ള ദേവാലയം ഒരു 1 കിലോമീറ്റർ കടലിലായിട്ടാണ് ഇപ്പോൾ. അത് ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. മത്സ്യത്തൊഴിലാളികൾ അവിടെ പോകുന്നുണ്ട്. അവര് ഉപജീവനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിലെത്തുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിന്റെ ഒരു അവശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് താനും. അതുകൊണ്ട് ഇതൊരു ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. റംബാം പാട്ടുണ്ട്. അതായത് നമുക്ക് സഭയിൽ നമ്മൾ വളരെ ഔദ്യോഗികമായും അംഗീകരിച്ചിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിലും കൊല്ലത്തെ കുറിച്ച് പറയുന്നുണ്ട്. തോമാസ് ലീഹ സ്ഥാപിച്ച ദേവാലയത്തെക്കുറിച്ച് അതിൽ കൊല്ലത്തിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വസ്തുനിഷ്ഠാപരമായി ചരിത്രപരമായ ഒരു സത്യമായിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കുകയാണ്. ഊഹാപോഹങ്ങൾക്കപ്പുറമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. പക്ഷെ കടലിലുള്ള പഴയ ദേവാലയത്തിന്റെ ശേഷി ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ ദേവാലയത്തിനുള്ളിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമുക്കത് കാണാവുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ ദേവാലയം, തോമാസ് ലീഹ സ്ഥാപിച്ച പഴയ ദേവാലയത്തിന്റെ അവശേഷിപ്പായിട്ട് നമ്മൾ കടലിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗം. ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ അതുവഴി പോകുന്ന സമയത്ത് അവർക്ക് ആ കൃത്യം സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സ്ഥലം അറിയാം അവർക്ക്. അവിടെ നിന്ന് അവർ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ആഴത്തിലാണിത്. ചില സമയത്ത് വേലിയിറക്കവും വേലിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പൊ ആ സമയത്ത് അവർ അതിന്റെ ഒരു ചെറിയ രീതിയിൽ അത് കാണാറുണ്ടെന്നും പറയാറുണ്ട്. പക്ഷെ ഈ ദേവാലയം മാതാവിന്റെ പേരിൽ അറിയപ്പെടാനുള്ള കാര്യം എന്താ? മധ്യനൂറ്റാണ്ട് കാലഘട്ടം മുതലാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ദേവാലയമായിട്ട് കൊല്ലം രൂപതയിലെ പല ദേവാലയങ്ങളും വരുന്നത്. പ്രത്യേകിച്ച് 14-ാം നൂറ്റാണ്ട് മുതലാണ്. അപ്പൊ ആ സമയം മുതൽ ഒട്ടുമിക്ക ദേവാലയങ്ങൾക്കും മാതാവിന്റെ പേരാണ് നൽകപ്പെട്ടത്. അങ്ങനെയാണ് ഈ ദേവാലയത്തിനും മാതാവിന്റെ പേര് വരുന്നത്. തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ എന്ന രീതിയിൽ വളരെ പ്രശസ്തമായ ഒരു ദേവാലയം ആയതുകൊണ്ട് ഒരുപാട് തീർത്ഥാടകർ ഇവിടേക്ക് വരാറുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ ദിവസേന ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആന്ധ്രയിൽ നിന്ന് പോലും
ഇവിടെ ഒരു വലിയൊരു ടീം വരികയുണ്ടായി. തോമാസ് ലീഹായുടെ 13 മണ്ണെന്ന രീതിയിൽ ആ ഒരു പ്രത്യേകതയിൽ വിശ്വാസ സമൂഹം വരുന്ന ഒരു സ്ഥലമായിട്ട്, തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്തതിലും നിങ്ങളുമായി കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തോമാസ് ലീഹയുടെ ആധ്യാത്മികത ഒരുപാട് ശിശു സഹജമായ സംശയത്തോടു കൂടി ചോദ്യങ്ങൾ ചോദിച്ച ഒരു വ്യക്തിയായിട്ട് തോമാസ് ലീഹയെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ള വിശ്വാസ സംഹിതയിലൂടെ ഇതാണ് വിശ്വാസം എന്ന് തലമുറകൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രചോദനം. അതുകൊണ്ടാണ് നമുക്ക് ഈ തോമാസ് ലീഹയോട് ഇത്ര ഒരു സ്നേഹവും അതുപോലെ തന്നെ ആദരവും ഒക്കെ ഉള്ളത്. കാർക്കശ്യമായ നിലപാടുകളുള്ള ഒരു മനുഷ്യനായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാകുമെങ്കിൽ പോലും യേശുവിന് വേണ്ടി ജീവിച്ച് അനേക കാതങ്ങൾ പിന്നിട്ടുകൊണ്ട്, ദൂരങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സ്വന്തം രക്തത്തിലൂടെ പകർത്തി നൽകിയ ഒരു വിശുദ്ധൻ. ഈ വിശുദ്ധൻ നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴത്തെ തലമുറ നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതിലും അത് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഈ കൊല്ലം രൂപതയിലെ പോർട്ടുകൊല്ലം ഇടവയിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഈ പൂർവ്വ പിതാവായ സെന്റ് തോമസ് പകർന്നു നൽകിയ വിശ്വാസം നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ. കൂടുതൽ ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പ്രചോദനം നൽകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ തോമാസ് ലീഹ സ്ഥാപിച്ച നിലയ്ക്കലെയും കൊല്ലത്തെയും ദേവാലയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 7 പള്ളികളിലൂടെയുള്ള ഈ യാത്രയിൽ ഇനി നമുക്ക് കാണാനുള്ളത് തിരുവിതാംകോട് മാത്രമാണ്. അടുത്ത തീർത്ഥയാത്ര നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനാ വിശ്വാസദീപം തെളിച്ചവനേ. ഭാരത മക്കൾക്ക് പുതുജീവനേകുവാനാ വിശ്വാസദീപം തെളിച്ചവനേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ നീ, ആ സ്നേഹ ചൈതന്യം പകർന്നിടണേ. അനന്തമാം സ്നേഹം തൊട്ടറിഞ്ഞവൻ നീ, ആ സ്നേഹ ചൈതന്യം പകർന്നിടണേ. ഭാരത മക്കൾക്ക്